അങ്ങനെ നമ്മൾ തുമ്പച്ചിമലയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ആൻസുകുട്ടനെ കൊണ്ടേ ഒരു യാത്ര പോവാണ് കേട്ടോ. അമ്മച്ചി വരുന്നില്ല, അമ്മച്ചിക്ക് സുഖമില്ലാത്തതുകൊണ്ട് അമ്മച്ചി വരുന്നില്ലേ. കാരണം കുറച്ച് മലയൊക്കെ കയറാനൊക്കെ ഉണ്ട്, അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ്, ഒത്തിരി ദൂരേക്കൊന്നും അല്ല പോകുന്നത്, ഇടുക്കി ജില്ലയിൽ തന്നെയാണ് പോകുന്നത് കേട്ടോ. അപ്പം എന്നും പുൽക്കൂടുള്ള, എന്നും ഉണ്ണീശോയുള്ള ഒരു പള്ളിയാണ് കേട്ടോ. പള്ളി മാത്രമല്ല, നല്ല പ്രകൃതി രമണീയമായ നല്ല സ്ഥലങ്ങൾ, ഹെയർ പിൻ വളവുകളും അടിപൊളിയായ പിന്നെ ഡാമും ഒക്കെ കണ്ട് നമുക്ക് അങ്ങ് പോകാം. അപ്പം ഞങ്ങളുടെ കൂടെ എല്ലാവരും പോരെ. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഈ അവധിക്ക് ആൻസുകൂട്ടനെ ഏതിലെങ്കിലുമൊക്കെ കൊണ്ടുപോകണ്ടേ, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ആൻസുകൂട്ടൻ്റെ ഹാപ്പിനെസ്. അല്ലെ കൂട്ടുകാരൊക്കെ ചോദിക്കാടാ നീ അവധിക്ക് എവിടെ പോയിടാന്ന് ചോദിച്ചപ്പോൾ ആൻസുകൂട്ടൻ വലിയ തള്ളി മറക്കേണ്ട വരും. അല്ലെങ്കിൽ ഇതാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, നമുക്ക് നല്ലൊരു അടിപൊളി യാത്ര, ഒത്തിരി സമയമൊന്നും എടുക്കുമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് പോയിട്ട് ദാ പോയി ഇതേ വന്നു എന്ന് പറഞ്ഞിട്ട് പോയിട്ട് വരാവേ. പോകാം. അപ്പം നമ്മൾ ഈ ക്രിസ്മസ് വെക്കേഷൻ ടൈമിൽ ആൻസിനെയും കൂട്ടി പോയത് തുമ്പച്ചിമലയിലേക്കാണ്. നമ്മുടെ തൊടുപുഴയിൽ നിന്നും 27 കിലോമീറ്റർ അകലെയാണ് കേട്ടോ തുമ്പച്ചിമല. തുമ്പച്ചിമല കഴിഞ്ഞാൽ പിന്നെ നാടുകാണി, കുളമാവ് ഡാം ഇവിടങ്ങളിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ തുമ്പച്ചിമലയിലെ ഫുൾ വ്യൂ ആണ് കേട്ടോ കാണുന്നത്. അടിപൊളി യാത്രയായിരുന്നു. പോകുന്ന വഴിയിലെ കാഴ്ചകളാണ്. ചുറ്റുപാടും മലനിരകൾ കൊണ്ട് നിറഞ്ഞതാണ് നമ്മുടെ ഇടുക്കി ജില്ല. നടുഭാഗത്തായിട്ട് കുറേ താഴ്വരകളും ചെറിയ ചെറിയ മലകളും ഉണ്ടാകും. പക്ഷേ വൻ മലകൾ എല്ലാം കാണാട്ടോ തുമ്പച്ചിമലയിലേക്ക് പോകുന്ന വഴിക്ക്. ശരിക്കും സെൻറ്റ് തോമസ് മൗണ്ട് ആണ്, യാക്കോബിൻ്റെ കിണർ, സെൻറ്റ് തോമസിൻ്റെ രൂപം ഒക്കെയാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇതൊരു കിണറാണ് കേട്ടോ. പണ്ട് വണ്ടിയിലൊക്കെ വരുന്നവർ ഈ കിണറിൻ്റെ അവിടെ നിർത്തി നമ്മൾ ശരീരമൊക്കെ തണുപ്പിച്ച് മുഖമൊക്കെ കഴുകിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഓർമ്മയ്ക്ക് റോഡ് വീതി കൂട്ടി വന്നെങ്കിലും കിണർ മൂടിയില്ല. കിണർ ഇപ്പോഴും അവിടെ തന്നെ റോഡിൻ്റെ മധ്യഭാഗത്തായിട്ട് തന്നെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ തുമ്പച്ചിമലയിലേക്ക് പോയ വഴിയൊക്കെയാണ് ഇത്. വളരെ മനോഹരമായ കാഴ്ചയാണ്. അവിടെ മൂലമറ്റ അശോക കവലയിൽ നിന്ന് കുളമാവ് ഹൈവേയിലൂടെ പോയാലാണ് തുമ്പച്ചിമലയിലേക്ക് എത്തുക. വളരെ മനോഹരമാണ്. ഇതൊക്കെ തന്നെയല്ലേ നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇടുക്കിയുടെ പ്രത്യേകതയാണ്, കൂടുതലും മലകളാണ്, കടലില്ലാത്തതാണ്, അതുപോലെ ട്രെയിൻ ഇല്ലാത്ത നാടാണ് ഇടുക്കി. പക്ഷേ ട്രെയിൻ ആദ്യം വന്നത് ഇടുക്കിയിലാണ്. അങ്ങനെ നമ്മളിതാ തുമ്പച്ചി കുരിശുമലയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പാലാ രൂപതയല്ല എടാ. അങ്ങനെ നമ്മൾ തുമ്പച്ചിമലയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ. പാലാ രൂപതയാണ് കേട്ടോ. അറക്കളം പുത്തമ്പള്ളിയുടെയാണ് തുമ്പച്ചിമല. ഇവിടെ എല്ലാം അതെ വലിയ കടകളൊന്നുമില്ല കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് ഇവിടെയുള്ള കടകളെന്നൊക്കെ പറയുന്നത്. ഇതേ ഉള്ള അതേ ഒരു മരത്തിൽ നിന്ന് കാ ചാടുന്നതാണ്. അപ്പം ഇനി നമുക്കിത് ഇതിലൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അതെ അതൊരു വീട്. അപ്പം അമ്മച്ചി വന്നിരുന്നെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്ക്. ഇത് ഈ വാഗമരം ഇല്ലേ, വാഗമരം, ഇത് കണ്ട വാഗമരത്തിൻ്റെ കാ ചാടി പൊട്ടി വീണ് കിടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കയറുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈശോയെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പിക്ചർ, ഒരു രൂപം കാണാം. നമ്മളിനി ഇതിൻ്റെ മുകളിൽ കയറണം കേട്ടോ. മുകളിലേക്ക് നോക്കി പോവണ്ട, അന്നേരം നമുക്ക് ഒത്തിരി ദൂരം പോലെ ഫീൽ ചെയ്യും. മഴക്കാറുണ്ടോടാ? ഭയങ്കര കാറ്റാണ്. അമ്മച്ചി വന്നാൽ ഇപ്പോൾ വേണ്ട കാറ്റും കയറിയാണ് അല്ലേടാ. എടാ നീ അങ്ങനെ പോവല്ലേ, ഞാൻ പതുക്കെ നിന്നൊക്കെ കയറത്തുള്ളൂ. കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റാണേ. നമ്മളതാ ആ ടോപ്പിൽ നമ്മൾ ചെല്ലണം.
ആ എൻ്റെ ബർത്ത്ഡേക്ക് ഒരു ദിവസം ഞാൻ ഈ പള്ളിയിൽ വന്ന് ഒരു മാർബിൾ കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് പോടാ നടക്കാൻ വയ്യടാ, കയറ്റം കയറാനേ പറ്റണില്ല. പണ്ട് ഇങ്ങനൊരു മലയുണ്ടെന്ന് എന്നെ പറഞ്ഞത് ജോജോ ചേട്ടനാണ് കേട്ടോ. ജോജോ ചേട്ടൻ ഉണ്ട്. ജോജോ ചേട്ടൻ്റെ കൂടെ നീ വന്നിട്ടുണ്ടോന്ന്. ജോജോ ചേട്ടൻ എന്നെ ഇടുക്കി ഡാം കാണിക്കാൻ കൊണ്ടുപോയി. അയ്യ, താഴേക്ക് നോക്കിയിട്ട് പേടിയാകുന്നു. അയ്യ, മടുത്ത എൻ്റെ പൊന്നു കൂട്ടുകാരെ, വലിക്കലേപ്പ പിടിവിട്ട് പോയാൽ വീഴും. പക്ഷേ സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതോ കല്ലുമുള്ളം നിറഞ്ഞതുമാകുന്നു. അപ്പോൾ അതാ ചുറ്റും നോക്കിയ കൂട്ടുകാരെ, ചെരുപ്പ് ഊരിയാലേ ഇത് മിറ്റിലാടാ മോനെ. മമ്മീനെ മുറുക്കെ പിടി. പോടാ ഈശോയെ. പക്ഷേ ഇല്ലേ, ഇതിൻ്റെ എത്രയോ ഇരട്ടി വലുതാണ്. അയ്യ, അയ്യ, വാ, അടിപൊളി കൂട്ടുകാരെ. അപ്പോഴേ നമ്മൾ തുമ്പച്ചി മലയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. തുമ്പച്ചി മലയിൽ ഇതുണ്ടോ, ചുറ്റും മലകളും ഒക്കെയാണേ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പള്ളിയുടെ അങ്ങോട്ട് കയറണം. ഇതിൽ വേണോ സ്റ്റെപ്പ് വഴി പോകണോ? എന്നാൽ ഇതിൽ പോകാം. അപ്പോൾ ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാം. ഒരു ഈശോ ഇരിക്കുന്നുണ്ടോ? അല്ലപ്പാ, നല്ല വെയിലാണ്. അതിനകത്തേക്ക് പോയി കുളിഞ്ഞു നോക്കല്ലേ. എനിക്ക് ഇവനെ കൊണ്ട് ഒറ്റയ്ക്ക് വരാൻ പേടിയതാ. അതിൻ്റെ അരികിലൊന്നും നിൽക്കണ്ട. ഇതേ ഈശോയുടെ മടിയിൽ ഇവനെ ഞാൻ പണ്ട് കയറ്റി ഇരുത്തിയിട്ടുള്ളതാ. ഇരുത്തി ഒരു ഫോട്ടോ എടുത്തിട്ടുള്ളതാ പണ്ട്. ആ, അന്ന് ഈ പള്ളി തുറന്നിട്ടേക്കുമായിരുന്നു. തുറന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റുമായിരുന്നേ. താനസൂട്ടൻ അങ്ങനെ ഈശോയുടെ പടി കയറിയിരുന്ന് ഒരു ഉമ്മ കൊടുത്തേരെ. ബാ, ആ വാ ഇങ്ങോടെ. ഇതായൊരു കുടത്തിൻ്റെ ആകൃതിയിലൊരു ഇതൊക്കെ വെച്ചേക്കുന്നേ. അപ്പം ഇതാണ് കേട്ടോ പള്ളി. നാളെ ഇവിടെ നല്ല തിരക്കായിരിക്കും, വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ. ആദ്യ വെള്ളിയാഴ്ച കൂടിയല്ലേ നാളെ? നാളെ ആദ്യ വെള്ളിയാണോടാ? അല്ല, അവസാന വെള്ളി. ഈ മാസത്തിൻ്റെ അല്ലായിരിക്കും. നിനക്ക് ഓർമ്മയുണ്ടോടാ അതൊക്കെ? അയ്യോ ബാബു,
കാറ്റ് കാണിച്ചു തരാടാവേ. ഇതിലെ വാ ഇതൊരു ചെറിയ ചാപ്പലാണ് കേട്ടോ. ബാ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന ഭാഗം ഏതാടാ? അയ്യോ പേടിയാവുന്ന. ഇങ്ങ് വാ. എതിരെ അത് കയറി വന്നോണ്ടിരുന്നു. അവരതൊക്കെ അടച്ചെന്നല്ലേ കൂട്ടുകാരെ. അപ്പതാ മൂലമറ്റമൊക്കെയാണ് കേട്ടോ കാണുന്നേ. മൂലമറ്റം ഓപ്പോസിറ്റ് മല വാഗമണ്ണാണ്. വാഗമണ്ണ്. പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ ഇലവീട്, പുഞ്ചിറ, ഇതൊക്കെ ടൂറിസ്റ്റ് പ്ലേസാണ്. അതിൻ്റെ അപ്പുറത്ത് ഇല്ലിക്കക്കല്ല്. ആ അത് മലങ്കര ഡാമാണ് കേട്ടോ കാണുന്നത്. ഇല്ലിക്കക്കല്ലൊക്കെ ഈ ഇലവീട്, പുഞ്ചിറയുടെ ഒക്കെ ഓപ്പോസിറ്റ് ഭാഗങ്ങളാണ്. പിന്നെ താഴെ കാണുന്നതൊക്കെ മൂലമറ്റമൊക്കെയാണ് കേട്ടോ. കൂട്ടുകാരെ ഇതൊരു ഗുഹയാണ് കേട്ടോ. ഓന്ത് നോക്കി ഇറങ്ങിപ്പോയേ. പോടാ, പേടിയുണ്ടെങ്കിൽ പോണ്ട. രണ്ട് കല്ല്, പാറ ഇടുക്ക് കല്ലാണ് കേട്ടോ. ഒരാൾക്ക് കഷ്ടി ഇറങ്ങിപ്പോകാൻ പറ്റിയൊരു വഴിയാണേ. അപ്പം ഇത് പാമ്പ് വിഴുങ്ങിയ ഒരു പുണ്യാളൻ, പാമ്പല്ല മത്സ്യം വിഴുങ്ങിയ ഒരു പുണ്യാളൻ്റെ ഒരു പ്രതിമയാണ് കേട്ടോ ഇത്. ഇത് രൂപം ഉണ്ടാക്കി വെച്ചേക്കടാണ്. ഈശോയെ അടക്കിയ കല്ലറ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇത്. കണ്ടോ? 96 ഉണ്ടാക്കിയത്. അങ്ങോട്ട് പോകണ്ടപ്പാ. അങ്ങനെ പോകാല്ലേ? ഇങ്ങനെയും പോകാല്ലേ? കാണിച്ചുതരാം. അതൊരു മത്സ്യം വിഴുങ്ങിയത് ആരെയോ. പിന്നെ ഇതിലേ അല്ലേടാ പോണ്ടേ? പക്ഷെ അതിലും എളുപ്പം ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ബാ ഇതല്ലേ അവരെ കൈവരി കെട്ടിയേക്കുന്നത്. 96 ഞാൻ 6 പഠിക്കും. ആ സമയത്ത് 5 6 പഠിക്കുന്ന ടൈം. ഓപ്പോസിറ്റ് മലകൾ കണ്ടോ? എന്തോന്നടാ, അവനൊരു ഇലയൊക്കെ എടുത്തോണ്ട് വരും. താഴേക്ക് റോഡ് പോകണം നോക്കിയടാ, പേടിയാകുന്ന. ദേ നിൽക്ക കണ്ടോ കൂട്ടുകാരെ, താഴേന്ന് ഹെയർ പിൻ മണമാണേ. ബസ് കയറി വരുന്നതാണ് കേട്ടോ. ഫോണൊക്കെ സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ ഫോണൊക്കെ താഴെ പോവും. ബാ ഇറങ്ങിക്കോ. ഞാൻ ഇറങ്ങിക്കോളാം. അത്രയും താഴേന്നാണ് നമ്മൾ വന്നത്. മനസ്സിലായോടാ? സൂക്ഷിച്ച് ഇറങ്ങിയില്ലെങ്കിൽ താഴേക്കൊന്നും പോകത്തില്ല കേട്ടോ. ഇവിടെയൊക്കെ നല്ല കൈവരിയൊക്കെ ഉണ്ടേ. ഇത് ജസ്റ്റ് ചുമ്മാ അങ്ങ് ഇറങ്ങാനുള്ളൊരു വഴി മാത്രമായിരുന്നേ. ആളുകൾ ഇവിടെ വന്നിരുന്ന് ഓരോന്നൊക്കെ വൈകിട്ടൊക്കെ കഴിച്ചിട്ട് പ്ലാസ്റ്റിക്കൊക്കെ
ഇട്ടിരിക്കുന്നു. കുനിഞ്ഞു പോണേ, ഹാൻസിന് കുനിയണ്ട. കൂട്ടുകാരെ, അപ്പം ഞാൻ വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്നും പുൽക്കൂടുള്ളൊരു പള്ളിയാണിതെന്ന്. അപ്പം ഇതാണ് കേട്ടോ ഉണ്ണീശോയ. അങ്ങനെ എന്നും പുൽക്കൂടുള്ളൊരു പള്ളി. വർഷത്തിൽ 365 ദിവസം ഒരു വർഷം പുൽക്കൂടുള്ള ഒരു പള്ളി ആണെന്ന് പറഞ്ഞത് ഇതാണ്. അപ്പോൾ അതാ ആന വരെയുണ്ട്. സാധാരണ പുൽക്കൂടിൽ ആന ഉണ്ടാവാറില്ല, പക്ഷേ ഇവിടെ ആനയുണ്ട്, പാമ്പുണ്ട്, എല്ലാ കൂട്ടമുണ്ട്. ഉണ്ണീശോയ്ക്ക് 1000. അപ്പോൾ അതാ ഇതിലങ്ങ് പോക്കോ. നമ്മൾ നിന്ന് പാറയുടെ അടിയിൽ കൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നേ. ചില്ലറ ഇട്ടോ, പേഴ്സിൽ നിന്ന് എടുത്തോ. ഉരുണ്ട് വീണാക്കരുത് കേട്ടോടാ. രക്ഷപ്പെട്ട്. അപ്പം ദാ താഴേക്ക് കാണുന്ന കണ്ടോ, മൂലമറ്റം ടൗണൊക്കെയാണേ ആ കാണുന്നത്. അതാന്നോണം IHM സ്കൂൾ കേട്ടോ. ദേ അതാന്നോണം IHM സ്കൂള്. ഞാൻ പണ്ട് സ്റ്റുഡൻസിനെ കൊണ്ട് ഏത് മൂലമറ്റം പവർ സ്റ്റേഷൻ്റെ ഭാഗങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ. അത് കൂട്ടുകാരെ, അരുവിയൊക്കെ ഒഴുകി വരുന്നത് കണ്ട കൂട്ടുകാരെ. വാളംപുളി ഉണ്ടോ? ചെറിയൊരു വാളംപുളിയാണ്, നിറയെ പുളികളുണ്ട്. ഇത് കണ്ട താഴെ വീണ് കിടന്നാണ്. ഈശോയുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ ഉണ്ടേ. നീ തിന്നോ? നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല കാറ്റാണ് എപ്പോഴും. നമ്മളിത് ആ മലയുടെ ഒക്കെ മുകളിൽ അത്രയും തന്നെ ടോപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഉയരങ്ങളിലൊക്കെ വരാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇവിടെ വരാം. തുമ്പച്ചിമല നമ്മൾ തൊടുപുഴയിൽ നിന്ന് വരുവാണെങ്കിൽ മുട്ടത്ത് നിന്ന് ഇടുക്കി പോകുന്ന വഴിയാണ്. മൂലമറ്റത്തിന് തൊട്ട് മുമ്പായിട്ട് അശോക കവല എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഇടുക്കി റോഡ്, പൈനാവ് ഇടുക്കി ചെറുതോണി റോഡ്, ചെറുതോണി ഡാമൊക്കെ ഇല്ലേ, ഇടുക്കി ഡാമൊക്കെ, ഇവിടെ നിന്നൊരു 32 കിലോമീറ്റർ ഉള്ളട്ടോ. നമ്മുടെ ചെറുതോണി ഡാമിലേക്ക് ഒരു 32 കിലോമീറ്റർ, ഇടുക്കി ഡാമിലേക്ക് ഒരു 33 കിലോമീറ്റർ, അതാണ് ദൂരം. അപ്പം അടിപൊളിയാണ്, നല്ല ഭംഗിയാണ് കേട്ടോ. ഞങ്ങളെന്താണ് ആണെങ്കിലും ഇത്രയിടം വരെ വന്നതല്ലേ, ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ടൊക്കെ പോകുന്നുള്ളൂ. വെറുതെ ഇവിടെ ഇരിക്കാനാണ് കേട്ടോ. ഒരുത്തൻ ഇല്ലിക്കൊമ്പ് ഇട്ടൊക്കെ പുളി പറയൊക്കെയുള്ള പരിപാടി ഞാൻ തോന്നും. ഇല്ലിക്കൊമ്പ് തല വീണക്കരുത്, അവിടെ ഇട്ടിട്ടിങ്ങ് ഇവിടെ ഇച്ചിരി ഇരിക്കാം. നല്ല ഭംഗിയാണ്. കൂട്ടുകാരെ, ഞങ്ങൾക്കൊരു പച്ചപ്പുളി കിട്ടിയേ. അയ്യോ, അതെന്തൊരു പുളിയാടാ. ഇതാ ഇവിടെ നിന്നൊരു കമ്പൊക്കെ സംഘടിപ്പിച്ച് ആൻസോട്ടൻ പുളി പറിക്കാൻ നോക്കണാണേ. ആൻസ് കുട്ടന് പച്ചപ്പുളിയാണോടാ അത്? അതെ. ഇത് കണ്ട, നല്ല ഭംഗിയുള്ള പ്രദേശങ്ങളാണ് കേട്ടോ. അടിപൊളിയാണ്. വൈകുന്നേരമൊക്കെ വന്നാൽ നല്ല രസമാണ്. പ്രാർത്ഥിച്ച് വളരെ ശാന്തമായ അന്തരീക്ഷവും, ഒരീച്ച പോലും ഇല്ല ഇവിടെ സത്യത്തിൽ കേട്ടോ. ദൈവവും നമ്മളും മാത്രമേ ഉള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെയാണ്. ആളും ആൾക്കൂട്ടത്തിനേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെ തനിച്ചുള്ള യാത്രകളും തനിച്ചുള്ള ആസ്വദിക്കലുകളൊക്കെയാണ്. ഞാനും ആനസുകൂട്ടനും കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു വൈബായിരിക്കും കേട്ടോ, ഭയങ്കര രസമായിരിക്കും. ഇപ്പോൾ ദേ മാതാവും ഈശോയും പുണ്യാളന്മാരും നമ്മളും മാത്രമായിട്ടൊരു ജേണി. പിന്നെ നമ്മുടെ കൂടെ നമ്മുടെ 63,000 പേരുമുണ്ട്.
അല്ലേ ഡാൻസ് കൂട്ടാ? ആ കണ്ട ഈ മഞ്ഞ പൂക്കൾ ഇവിടെ ധാരാളം ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. പള്ളിയുടെ പുറകുവശമാണ് കേട്ടോ ഇത്. നാളെ ഇവിടെ നല്ല തിരക്കായിരിക്കും. വെള്ളിയാഴ്ച ദിവസങ്ങളിലാണെന്ന് തോന്നുന്നു ഇവിടെ ആരാധനയുള്ളത്. ഞാൻ വെള്ളിയാഴ്ച ഇവിടെ വന്നിട്ടില്ല കേട്ടോ. പക്ഷെ ഞാൻ വരുമ്പോഴൊക്കെ ഇവിടെ പള്ളിയുടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകാറുണ്ട്. പൊതുവെ മണിയടിക്കാനൊക്കെ വരുന്നവരൊക്കെയാണെങ്കിൽ വൈകിട്ടൊക്കെ വരും. നമ്മൾ വൈകുന്നേരമൊക്കെയാണ് വരാറുള്ളത് കേട്ടോ പൊതുവെ. പക്ഷേ ഇന്നിപ്പോൾ ഉച്ചയായപ്പോഴത്തേക്ക് ഇങ്ങ് പോകുന്നതേ ഉള്ളൂ. വൈകിട്ട് വല്ല മഴയൊക്കെ പെയ്താലോ. ഇപ്പോൾ പണ്ടത്തെ കാലമൊന്നും അല്ലല്ലോ. അതുകൊണ്ട് താഴേക്കൊക്കെ ഫോറസ്റ്റാണ് കേട്ടോ. ഫോറസ്റ്റ് പോലെയുള്ള പ്രദേശങ്ങളൊക്കെയാണ്. നമ്മൾ ട്രൈപോഡ് എടുത്തുകൊണ്ട് വന്നില്ല. ഞാനാണെങ്കിൽ ധൃതി പിടിച്ചിങ്ങ് പോകുന്ന വഴിക്കേ ട്രൈപോഡിൻ്റെ കാര്യമൊക്കെ മറന്നും പോയേ. മതിയുടെ ആൻസ് കൂട്ടായി 2 മതി. ആൻസോടൻ എന്നോട് പറയുവാണേ പുളി കിട്ടിയില്ലെങ്കിലേ പിന്മാറരുതെന്ന്. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ട് അത് നടന്നില്ലെങ്കിലേ ഒരിക്കലും പിന്മാറരുതെന്ന് ഇവൻ്റെ പേർക്ക് എന്നോട് പറഞ്ഞതാണ്. കൂട്ടുകാരെ, ഇത് നമ്മൾ തുമ്പച്ചി മലയുടെ ഏറ്റവും ടോപ്പിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. അതായത് ഓപ്പോസിറ്റ് കാണുന്ന ആ മലയുടെ ഒപ്പം തന്നെ പൊക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയർന്ന, ഇടുക്കി ജില്ലയുടെ ഏറ്റവും ഒരു ഉയർന്ന പ്രദേശമാണ് കേട്ടോ ഇത്. അപ്പോൾ അത്രയ്ക്ക് താഴ്ന്ന പ്രദേശത്താണ് നമ്മുടെയൊക്കെ വീടുകൾ. ചുറ്റുമുള്ള ടൗണുകളൊക്കെ ഇവിടെ നോക്കിയാൽ കാണാം. എനിക്ക് തോന്നുന്നു നമ്മുടെ തൊടുപുഴയൊക്കെ ആ ഭാഗമൊക്കെ ആയിരിക്കും ആ കാണുന്നതെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്ക് കറക്റ്റ് അറിയത്തില്ല. ഇടുക്കി മലങ്കര ഡാമൊക്കെ ആയിരിക്കും ആ ഭാഗത്തൊക്കെ കാണുക. പിന്നെ ആ പോകുന്ന പുഴ പോലെയൊക്കെ പോകുന്നുണ്ടേ, അതൊക്കെ മലങ്കര ഡാമിലേക്ക് പോകുന്ന വെള്ളമൊക്കെയാണ്. നമ്മുടെ രസതന്ത്രം സിനിമയിലെ ഷൂട്ടിങ്ങൊക്കെ നടന്നത് ആ ഭാഗത്തൊക്കെയാണ് കേട്ടോ. നമ്മുടെ ഈ ലാലേട്ടൻ്റെ രസതന്ത്ര സിനിമയൊക്കെ ഷൂട്ട് ചെയ്തതൊക്കെ. പിന്നെ ആ ഭാഗമൊക്കെ മലകൾ ചുറ്റും, ഇടുക്കി ജില്ല കണ്ടോ കൂട്ടുകാരെ, ചുറ്റും മലകളായിരിക്കും. നടുക്ക് ഭാഗത്തായിരിക്കും ഇതുപോലെയുള്ള ഗ്രാമപ്രദേശങ്ങളും ടൗണുകളൊക്കെ. ചുറ്റും അവിടെയൊക്കെ ആയിട്ട് പൊങ്ങി നിൽക്കുന്ന മലകളായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങ് കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ മലകളിങ്ങനെ കിടക്കുകയാണ്. കണ്ടോ, ചുറ്റും മലകളായിരിക്കും കേട്ടോ. നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഇക്കരെ ഒരു മലയാണ്. അപ്പോൾ ചുറ്റും മലയാണെങ്കിൽ പോലും അതിൻ്റെ ഇടയ്ക്കോടെ ഗ്രാമങ്ങളുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഇടയ്ക്കോടെ ചെറിയ ചെറിയ മലകൾ ഇതാ അതുപോലെയൊക്കെ. അതൊരു ചെറിയ മലയാണ് കേട്ടോ പൊങ്ങി നിൽക്കുന്നത്. തീരെ ചെറുതൊന്നുമല്ല, വളരെ ഭംഗിയാണ് കാണാനൊക്കെ ആയിട്ട്. പിന്നെ ഇതുപോലെ കമ്പിക്കാലുകളൊക്കെ പോകും, 11 kV ഒക്കെ പോകുന്നത്. അതൊക്കെ നമ്മുടെ മൂലമറ്റം പവർ സ്റ്റേഷനിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നേരെ താഴ്ഭാഗമാണ് മൂലമറ്റം പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇതാ ആ കാണുന്നതൊക്കെയാണ് കേട്ടോ, കുഞ്ഞു കുഞ്ഞു കെട്ടിടങ്ങളൊക്കെ ആയിട്ട് കാണുന്നതൊക്കെയാണ്. എനിക്കാണെങ്കിൽ ഞാൻ ഒത്തിരി ഉയരത്തിൽ കയറത്തില്ല, അതുകൊണ്ടാണ് ഞാനങ്ങ് അടുത്തേക്ക് പോകാത്തത് കേട്ടോ. എനിക്ക് വേണ്ട എൻ്റെ ഫോണെങ്ങാനും താഴെ പോയാലേ പണി കിട്ടും. അപ്പോൾ അതിട്ടാ ഇപ്പോൾ മൂലമറ്റം പവർ സ്റ്റേഷൻ്റെ അതിലൊരു റോഡ് ഇങ്ങനെ പോകുന്നത് വാഗമണ്ണിലേക്കാണ് കേട്ടോ. അപ്പോൾ ആ കാണുന്ന മലനിരകളൊക്കെയാണ് നമ്മുടെ വാഗമണ്ണ് എന്നൊക്കെ പറയുന്നത്. പിന്നെ എന്താ ആ ഭാഗമൊക്കെ കണ്ടില്ലേ, അതൊക്കെയാണ് നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഇടുക്കി ഡാമിൻ്റെയൊക്കെ ആ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്നൊക്കെ പറയുന്നത്. ആ മലയുടെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റാണ് ആ കാണുന്നതൊക്കെ കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് പോകുമ്പോഴാണ് നാടുകാണി എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്. അതെ, ഇത് സെയിം മല തന്നെ, ഇപ്പം നമ്മൾ നിൽക്കുന്ന ഇതേ ഹൈറ്റൊക്കെ തന്നെയാണ് നാടുകാണിക്കും. പക്ഷേ അവിടെ പാസ് എടുത്താണ് കയറ്റി വിടത്തുള്ളേ നാടുകാണിയിൽ കേട്ടോ. അപ്പോൾ ഇതാണ് ഇടുക്കി ജില്ലയുടെ ഏറ്റവും ഒരു ഉയർന്ന പ്രദേശമാണ് കേട്ടോ. ഇതൊരു സൈഡ് മാത്രമാണ് നമ്മൾ കാണുന്നത്, ഇടുക്കി ജില്ലയുടെ ഒരു ഭാഗം മാത്രമാണ് കാണുന്നത്. പക്ഷേ ഇവിടെ നിന്ന് നോക്കുന്നത് കൊണ്ട് നമുക്ക് കുറേ പ്രദേശങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പൂമാല ഒക്കെ, പൂമാല ഭാഗങ്ങളൊക്കെയാണ്. ഇതിൻ്റെയൊക്കെ അപ്പുറത്താണ് നമ്മുടെ തൊടുപുഴയൊക്കെ കാണുന്നത്. അതൊക്കെ പൂമാല, വെള്ളിയാമറ്റം അങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെയാണ് കേട്ടോ. അതുപോലെ അറക്കുളം, കാഞ്ഞാറ്, മൂലമറ്റം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് കാണുന്നത്. മൂലമറ്റം കോളേജൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ആയിട്ട് വരും കേട്ടോ. നമ്മുടെ മൂലമറ്റം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ആക്ട്രസ് ഹണി റോസിൻ്റെ വീടൊക്കെ കേട്ടോ. അവരൊക്കെ വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തുമ്പച്ചിമല കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഒരു വീടിൻ്റെ ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തുമ്പച്ചിമലയുടെ കറക്റ്റ് ഒരു വ്യൂ കിട്ടും കേട്ടോ. നമ്മൾ നിൽക്കുന്ന ഒരു പ്ലേസ് ശരിക്കും കാണാൻ പറ്റും. അപ്പം ഇതാണ് ആൻസ് കൂട്ടരെയും കൊണ്ട് നമ്മൾ എന്നാൽ നിനക്ക് ഇഷ്ടപ്പെട്ടാടാ? വാ തുറന്ന് പറയടാ.
എന്നാ ബാ കൂട്ടുകാരെ. അങ്ങനെ നമ്മൾ വന്നിട്ട് നമ്മളിപ്പോൾ തിരിച്ചിറങ്ങി പോവുകയാണേ. അപ്പോൾ ഏതായാലും തുമ്പച്ചിമലയൊക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ വന്നുകൊണ്ടിരുന്നൊരു പള്ളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ വരുന്നത്. നല്ല ശാന്തമായ അന്തരീക്ഷവും ഒക്കെ ആയിട്ട് ഞാനും ആനിസ് കൂട്ടനും കൂടെ ഇങ്ങനെ വരാറുണ്ട് അല്ലേടാ. അമ്മച്ചിയും വന്നിട്ടുണ്ട് കേട്ടോ. അമ്മച്ചിക്ക് നടക്കാനൊക്കെ പറ്റുന്ന സമയത്തൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അമ്മച്ചി ഇപ്പോൾ കയറത്തില്ല. വീടിൻ്റെ ഉള്ളിൽ കൂടെ പോലും അമ്മച്ചിക്ക് ഇപ്പോൾ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അമ്മച്ചി ഇപ്പോൾ വരത്തില്ല. വണ്ടിയെ പോലെ ഇരിക്കാൻ വയ്യ. അല്ലെങ്കിൽ അമ്മച്ചീനെ കൊണ്ട് നമ്മൾ വണ്ടിയിലൊക്കെ ഇരുന്നേനെ. കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റാണ് കേട്ടോ. ഭയങ്കര കാറ്റാണ്. ഷോളൊക്കെ പറന്ന് പോകുന്നുണ്ടോ. ഇപ്പം അമ്മച്ചി ഇവിടെ ഉണ്ടെങ്കിൽ വെട്ടിവായി കരഞ്ഞേനെ. അയ്യ ഭാവോ ഓടിവായോ, കാറ്റ് വീശോടെ കാറ്റ് വീശോടെ എന്ന് പറഞ്ഞു അമ്മച്ചി ഇവിടെ കിടന്ന് അലറിയാനേ. അമ്മച്ചിക്ക് കാറ്റ് ഭയങ്കര പേടിയാണ്. ഭയങ്കര രസമാണ്. നല്ല ഭംഗിയാണ്. ഇവിടെ അങ്ങ് ഇരിക്കാൻ തോന്നുന്നു. വീട്ടിൽ പോകാനേ തോന്നുന്നില്ല. അത്രയ്ക്ക് സൂപ്പറാ. അറിയത്തില്ലടാ കൂട്ടുകാരെ. അപ്പം നമ്മൾ താഴേക്ക് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. താഴേക്ക് ഇറങ്ങുന്നത് ഭയങ്കര റിസ്ക് പിടിച്ച കാര്യമാണ്. എങ്ങാനൊന്ന് സ്ലിപ്പായാൽ നേരെ ഇടുക്കി റോട്ടിൽ പോയി കിടക്കും. അതുപോലെയാണ് കേട്ടോ. അപ്പോൾ കാണിച്ചു തരാവേ. നമ്മൾ കയറിയപ്പോഴും കണ്ടു, ഇറങ്ങുമ്പോഴും കാണിച്ചു തരാം കേട്ടോ കൂട്ടുകാരെ. അപ്പം നമ്മളിത് താഴേക്ക് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. ഇവിടെ ഈ മിറ്റിൽ പാകിയേക്കുന്നത് കൊണ്ട് നമുക്ക് കാല് സ്ലിപ്പാവില്ല എന്നൊക്കെ വിചാരിക്കുന്നു. എനിക്കാണെങ്കിൽ ഇറക്കവും കയറ്റവും ഏറ്റവും പേടിയുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇറക്കത്തെക്കാളും പേടി എനിക്ക് അല്ലാത്ത കയറ്റത്തെക്കാളും. കയറ്റം പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും അള്ളി പിടിച്ച് കയറിപ്പോകാം. പക്ഷേ ഇറക്കം പേടിയാണേ. ഞാനിങ്ങനെ ഇറക്കം ഉള്ളത് കൊണ്ടാണ് ഞാൻ പണ്ട് ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ കോളേജിൽ നിന്ന് ടൂറ് പോയി വാഗമണ്ണിന്. എന്നിട്ട് എല്ലാവരും തങ്ങളുപാറയിൽ കയറി. ഞാനും കുറച്ച് പേരും കയറിയില്ല കേട്ടോ. എനിക്ക് കയറാൻ പേടിയില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഇറങ്ങാൻ ഭയങ്കര പേടിയായിരുന്നു. നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഇതുപോലെയുള്ള കുന്നും മലകളുമാണ് കൂടുതലും കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ്. എടാ നീ മുമ്പേ ഇറങ്ങല്ലേ, നീ എൻ്റെ പുറകെ നിൽക്കുക. നീ പുറകെ നിൽക്കുക. അപ്പോഴാണ് എനിക്ക് നിന്നെ ഇങ്ങനെ പിടിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി? ആ പുല്ലേ ചവിട്ടണ്ട, പുല്ല് തെന്നും. തെന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിലെ മുട്ടിൽ തൊലിയൊന്നും ഉണ്ടാവത്തില്ല. വാ. അപ്പം നമ്മൾ കയറിയിട്ട് ഇറങ്ങുവാണ്. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് കുറച്ച് പേരൊക്കെ വരുന്നുണ്ട് കേട്ടോ. സിമെൻ്റാണല്ലോടാ ഇവിടെയൊക്കെ. സിമെൻ്റ് ഇങ്ങനെ തേച്ച് ഒഴുക്കി ഇടരുത് കൂട്ടുകാരെ. നമുക്ക് താഴെ ചെന്നിട്ട് വേണം കരിക്കുവെള്ളം കുടിക്കാൻ. ദാഹിക്കുന്ന. താഴെ 2 ചേച്ചിമാരുടെ കടയുണ്ട്. ഞാൻ നിലത്ത് നോക്കിയാടാ പോകുന്നത്. വേണ്ട, എനിക്കത് പേടിയാ. നീ എൻ്റെ ഒപ്പം നിൽക്കല്ലേ. നീ ഇച്ചിരി പുറകിലായിട്ട് നിൽക്ക. ആകുമ്പോൾ കുഴപ്പമില്ല. നിൻ്റെ ചെരുപ്പ് തെന്നില്ലല്ലോ. എൻ്റെ ചെരുപ്പം തെന്നില്ലെന്ന് വിചാരിക്കുന്നു. VKCയുടെ ചെരുപ്പാണ്. ഈ മുടിയൊക്കെ. അപ്പോൾ ദാ മലകൾ, പുഴകൾ, പൂവനങ്ങൾ. ഇതിൻ്റെ താഴെ ഒരു അമ്പലം പോലെ ഒരു പൂജ ചെയ്യുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങ് സൈഡിലായിട്ട്. അത് ആ പള്ളിയുടെ നേരെ താഴെയായിട്ടാണ്. ഇപ്പം അതൊക്കെ ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ 14 ഇടങ്ങളാണ് കുരിശിൻ്റെ വഴി. കണ്ടോ ഡാൻസേ? അതാണ് 14 ഇത് നിൽക്കുന്നത്. അതിൽ കുറച്ച് ബാക്കിലായിട്ടാണ് പള്ളിയുടെ കൊടുത്തിരിക്കുന്നത്. നീ എൻ്റെ പുറകിലായിട്ട് നിൽക്കടാ. നീ മുമ്പേ കയ്യെ പിടിച്ച് വലിച്ചാൽ ഞാൻ തെന്നി താഴെ കിടക്കും. അങ്ങനെ നമ്മൾ താഴെ എത്താറായിട്ടോ. എടാ 3 മിനിറ്റായി. ഓടിയേക്കരുത് കേട്ടോ ചെറുക്ക. ഇറങ്ങുമ്പോൾ ഇങ്ങനെ മുട്ടിന് ബലം കൊടുക്കുവല്ലേ ചെയ്യുന്നേ. ദാ കുരിശിൻ്റെ വഴിയിലുള്ള അടുത്ത
രൂപക്കൂടാണ്. നമ്മൾ പതുക്കെ നിന്നൊക്കെ കയറി പോകുന്നെങ്കിൽ, ഇപ്പോൾ കുരിശിൻ്റെ വഴി വരുന്നത് നിന്ന് ഓരോ രൂപക്കൂടിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥന ചൊല്ലിയാണ് കയറുന്നത്. അന്നേരം നമുക്ക് മടുപ്പ് തോന്നത്തില്ല. നമ്മൾ ടൂറിസ്റ്റിനെ പോലെ വരുവാണെങ്കിൽ മാത്രമേ നമ്മൾ ഒറ്റയടിക്ക് കയറാൻ ശ്രമിക്കും. അന്നേരം നമ്മൾ മടുത്തു പോകും. അതാണ് കുഴപ്പം. അപ്പോൾ അതാ നമ്മൾ താഴെ ഏകദേശം റോഡിലെത്താറായിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ വീടാണ് ഓരോരുത്തരുടെ. ഏടാ നിനക്ക് എന്നാടാ പറ്റിയത്? നിന്നെ കൊണ്ട് ഞാൻ ഒരിടത്തും പോകത്തില്ല കേട്ടോ. പറഞ്ഞില്ല എന്ന് വേണ്ട. അതെന്തേ കണ്ടില്ലേ എന്നെക്കാളും മുമ്പേ ഇറങ്ങുന്നേ. കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ ഏകദേശം താഴെ എത്താറായിട്ടുണ്ട് കേട്ടോ. അത്രയും മുകളിൽ നിന്നാണ് നമ്മൾ വന്നത്. അത്രയും മുകളിൽ നിന്നാണ് വന്നത്. ഇതിൻ്റെ പൂ ചാടി കിടക്കണൊക്കെ അതിങ്ങ് എടുത്തേടാ. അത് തന്നെ ഇതിൻ്റെ പേരെന്നായിരുന്നു? അത് കാണിച്ചേ, ഇതിലേക്ക് കാണിച്ചേ. എൻ്റെ പേരെന്നാന്ന് കമൻറ്റ് ചെയ്യുക. ഇതാണ് മരത്തേക്കടെ കയറി നിന്ന് മരക്കൊമ്പൊക്കെ ഉണക്കി കളയുന്ന സാധനം ഇല്ലേ? ഇത് കയറി മരത്തെ പിടിച്ചു കഴിഞ്ഞാൽ ആ കൊമ്പ് ഉണങ്ങിപ്പോവും. പ്ലാവാണേലും മാവാണേലും എന്ത് മരമാണേലും. ആണ് ഇത്തിൽ കണ്ണിയിട്ട. ഞങ്ങൾ ഇതിനിങ്ങനെ മുത്തശ്ശി കൂനി നടക്കുവാന്നും പറഞ്ഞ് ഇതുപോലെ കാണിക്കുമായിരുന്നു കേട്ടോ കൂട്ടുകാരെ. അതാണ് ഇത്തിൽക്കണ്ണിയുടെ പൂവാണിത്. അങ്ങനെ നമ്മൾ താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ. അങ്ങനെ നമ്മൾ താഴെ ഏകദേശം എത്തിയിട്ടുണ്ട്. ഇറങ്ങി വന്നപ്പോൾ കാലിന് മുട്ടിനൊക്കെ വേദന. മസിൽ പിടിച്ച് ഞാൻ ഇറങ്ങിയത് ഇങ്ങനെ മസിൽ പിടിച്ച. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ട്. കാരണം എങ്ങാനും തെന്നിപ്പോയിട്ടുണ്ടെങ്കിൽ താഴെ കിടക്കൂലേ. അപ്പോൾ ഇനിയെങ്കിലും ഒന്ന് കാല് ലൂസായിട്ട് നടക്കട്ടെ. അല്ല പിന്നെ ഇതാണ് കേട്ടോ സ്വാഗതം തുമ്പച്ചി കുരിശുമല. പാലാ രൂപതയുടെയാണ് കേട്ടോ. നമ്മളപ്പോൾ തിരിച്ചിറങ്ങി ഇതിങ്ങനെ അങ്ങ് പോയാൽ ഇടുക്കി റോഡാണ് കേട്ടോ. അപ്പോൾ യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കരിക്കിൻ ജ്യൂസ് കുടിച്ച് നമ്മൾ വീണ്ടും യാത്രകൾ തുടർന്നു. നാടുകാണി വ്യൂ പോയിൻ്റ്, അതുപോലെ കുളമാവ് സാഡിൽ ഡാം, ഉപ്പുകുന്ന് വ്യൂ പോയിൻ്റ് ഒക്കെ കണ്ടു. നാളത്തെ വീഡിയോയിൽ ഇതെല്ലാം കാണാം. താങ്ക് യു കൂട്ടുകാരെ. താങ്ക് യു.